ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിമാരെ മാറ്റാൻ ഹൈക്കമാൻഡ് നീക്കം നടക്കുന്നത്. 13 വർഷമായി അസം ഭരിക്കുന്ന തരുൺ ഗൊഗോയിയുടെ നേതൃത്വത്തിൽ അസമിൽ ആകെയുള്ള 14 സീറ്റിൽ കോൺഗ്രസിന് 3 നേടാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ദയനീയ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൊഗോയിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംസ്ഥാനത്തിനകത്ത് നിന്ന് ആവശ്യമുയർന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ഡൽഹിയിലെത്തുന്ന ഗൊഗോയ് AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തും. അസമിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ജൂലൈ 6 നടക്കും. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് തരുൺ ഗൊഗോയ് പ്രതികരിച്ചത്. അതേസമയം മഹാരാഷ്ട്ര, ഹരിയാന മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനെ മാറ്റി പകരം മുൻ കേന്ദ്രമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയെ നിയമിക്കണമെന്നാണ് സഖ്യകക്ഷിയായ NCPയുടെ നിലപാട്. പൃഥ്വിരാജ് ചവാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേതൃസ്ഥാനത്തെ ചൊല്ലി അനിശ്ചിതത്വം തുടരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് ചവാൻ വ്യക്തമാക്കി. AK ആന്റണിയുമായും സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് അഹമ്മദ് പട്ടേലുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേതൃമാറ്റത്തിൽ NCPക്കുള്ള പ്രത്യേക താൽപര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സോണിയാഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആന്റണിയെയും ഗുലാം നബി ആസാദിനെയും ചുമതലപ്പെടുത്തി. പൃഥ്വിരാജ് ചവാൻ ജൂൺ 28 നേതാക്കളുമായി ചർച്ച നടത്തും. ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.